ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ഓർഡർ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷനും അതിൻ്റെ പ്രോബ്ലംസും ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു 3 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക, തന്നെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, ആൻസർ കിട്ടുന്നുണ്ടോയെന്ന്. അപ്പോൾ നമുക്കിന്ന് സെക്കൻഡ് ഓർഡറിലോട്ട് പോവാം. സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനസ് റെക്കറൻസ് റിലേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ്, അതാണ് നമ്മളെ ഹെഡിങ്. അപ്പോൾ സെക്കൻഡ് ഓർഡറിൻ്റെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സബ്സ്ക്രിപ്റ്റിൻ്റെ അടിയിൽ 1 വരെ വരികയാണെങ്കിൽ അത് ഫസ്റ്റ് ഓർഡറാണ്. അപ്പോൾ എന്തായിരിക്കും സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ, സബ്സ്ക്രിപ്റ്റിൻ്റെ അടിയിൽ 2 വരെ വരികയാണെങ്കിൽ അതെന്താണ്, സെക്കൻഡ് ഓർഡർ ഹോമോജീനസ് റിലേഷനാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ സെക്കൻഡ് ഓർഡർ ഹോമോജീനസ് റിലേഷൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. നോക്കിയോ ഒന്ന് ഇവിടെ, C0 പ്ലസ് C1 പ്ലസ് C2 ഈക്വൽ ടു 0. അതായത് സബ്സ്ക്രിപ്റ്റിൻ്റെ അടിയിൽ നോക്കി n-2 വരെയല്ലേ വരുന്നത്, n-2 വരെ വരെയാണ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനസ്. ലീനിയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ, ഡിഗ്രി 1 വരെ വരികയാണെങ്കിൽ, ഡിഗ്രി 1 ആണെങ്കിൽ അത് ലീനിയർ. ക്ലിയർ ആണല്ലോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, ഫസ്റ്റ് ഓർഡർ ഹോമോജീനസിൻ്റെ സൊല്യൂഷൻ്റെ ഫോം എന്താ, an ഈക്വൽ ടു AD⁻n. അതേപോലെ ഇവിടെ എന്താ വരുന്നതെന്ന് വെച്ചാൽ, സെക്കൻഡ് ഓർഡർ ഹോമോജീനസിൻ്റെ ജനറൽ സൊല്യൂഷൻ്റെ ഫോം an ഈക്വൽ ടു CR⁻n. an ഈക്വൽ ടു CR⁻n. ഇതാണ് നമ്മളെ സൊല്യൂഷൻ്റെ ഫോം. അപ്പോൾ അത് നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിൽ an പകരം CR⁻n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കോമൺ എലിമെൻറ്റ്സിനെ പുറത്തെടുക്കുക, ലാസ്റ്റ് ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ടേമിനെ ഈക്വൽ ടു 0 ആക്കുക, ബാക്കി സാധാരണ ചെയ്യുന്ന പോലെ. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫോർമാറ്റിലായിരിക്കും നമുക്ക് കിട്ടുക. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയാലോ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാലോ. എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക, നമുക്കറിയാം -b + or -√b² - 4ac/2a, അത് വെച്ചിട്ടും ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, കാൽക്കുലേറ്റർ വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള റൂട്ട്സ് കിട്ടും അല്ലേ. ഇനി ആ റൂട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടുത്തെ സൊല്യൂഷൻ്റെ ഫോം പറയാം, ജനറൽ സൊല്യൂഷൻ്റെ ഫോം പറയാം. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഈ C0r² പ്ലസ് C1r പ്ലസ് C2 ഈക്വൽ ടു 0, അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണല്ലോ അല്ലേ. എന്തായാലും അതിന് 2 സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ. അതിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പറയുന്നതാണ് എന്ത്, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയും. ഇതിൻ്റെ സൊല്യൂഷനായിട്ട് കിട്ടുന്ന റൂട്ട്സിന് നമ്മൾ എന്ത് പറയും, ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ്. അപ്പോൾ ക്ലിയർ ആണല്ലോ? ഇനി ആ റൂട്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 3 സൊല്യൂഷൻ വരിക. അപ്പോൾ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, R1ഉം R2ഉം റിയലും ഡിസ്റ്റിങ്ക്റ്റും ആണെങ്കിൽ, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും മീനിങ്, R1ഉം R2 എന്താണ്, ഒരിക്കലും ഈക്വൽ ആവാൻ പാടില്ല. R1ഉം R2ഉം ഡിഫറെൻറ്റ് നമ്പേഴ്സാണ് കിട്ടുന്നതെങ്കിൽ ജനറൽ സൊല്യൂഷൻ്റെ ഫോം an ഈക്വൽ ടു C1r1⁻n പ്ലസ് C2r2⁻n. ക്ലിയർ ആണല്ലോ? ഇത് കുറച്ച് നിങ്ങൾ ബൈ ഹാർട്ടനാക്കിന് പഠിക്കുക, അല്ലാതെ വേറെ നിവൃത്തിയില്ല കേട്ടോ. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റും റിയൽ റൂട്ടും ആണെങ്കിൽ, ഇത് കിട്ടുന്ന 2 റൂട്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ സൊല്യൂഷൻ്റെ ഫോം an ഈക്വൽ ടു C1r1⁻n പ്ലസ് C2r2⁻n. ഇനി രണ്ടും ഈക്വൽ ആണെങ്കിൽ, R1ഉം R2ഉം ഈക്വൽ ആണെങ്കിൽ അപ്പോൾ വരുന്ന സൊല്യൂഷൻ്റെ ഫോം an ഈക്വൽ ടു C1 പ്ലസ് C2n ഇൻറ്റു r⁻n. ഇതാണ് നമ്മളെ സൊല്യൂഷൻ്റെ ഫോം. ഇനി നോക്കി, ഇനി മൂന്നാമതൊരു കേസ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് റൂട്ട്, കോംപ്ലക്സ് നമ്പേഴ്സ് റൂട്ട്സ് ആയിട്ട് വരൂലേ, അതായത് a+ib a-ib ആ ഫോർമാറ്റിൽ വരികയാണെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല an ഈക്വൽ ടു r⁻n ഇൻറ്റു C1 cos n⁻θ പ്ലസ് C2 sin n⁻θ. ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുക, പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. അപ്പോൾ r കണ്ടുപിടിക്കുക എങ്ങനെയാണ്, ഇവിടെ കണ്ടില്ലേ, ഈ സൊല്യൂഷൻ്റെ അകത്ത് r എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടില്ലേ, r⁻n. r കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r ഈക്വൽ ടു √a² പ്ലസ് b². എങ്ങനെയാണ് a² പ്ലസ് b² കണ്ടുപിടിക്കുക, അതായത് a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ പാർട്ട്, ബി എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട്. ഇനി തീറ്റ എങ്ങനെ കണ്ടുപിടിക്കുക, തീറ്റ ഈക്വൽ ടു tan ഇൻവേഴ്സ് b/a. നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ പഠിച്ചതാണ്, tan ഇൻവേഴ്സ് b/a. ഇതാണ് ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്കിത് വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ,
Solve the recurrence relation an equal to 5an minus 1 plus 6an minus 2, n greater than or equal to 2, a not equal to 1, a1 equal to 3. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an ഈക്വൽ ടു 5an മൈനസ് 1 പ്ലസ് 6an മൈനസ് 2, a not equal to 1, a1 equal to 3. അപ്പോൾ ഇത് ആദ്യം നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഫസ്റ്റ് ഓർഡർ ആണോ സെക്കൻഡ് ഓർഡർ ആണോ ഹോമോജീനസ് ആണോ നോൺ ഹോമോജീനസ് ആണോ നോക്കണമെങ്കിൽ ആദ്യം ഈ ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്യാം. അതായത് n വരുന്ന an മൈനസ് 1 an മൈനസ് 2 എന്ന് പറഞ്ഞ ടേമുകളൊക്കെ ഒരു സൈഡിലോട്ടാക്കി മാറ്റണം. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ an ഇവിടെ ഉണ്ട്. anൻ്റെ അടുത്തോട്ട് ഈ പ്ലസ് 5an മൈനസ് 1 വരുന്ന സമയത്ത് എന്തായി മാറും? മൈനസ് 5an മൈനസ് 1 ആയി മാറും. ഇനി ഈ പ്ലസ് 6an മൈനസ് 2 വരുന്ന സമയത്തോ മൈനസ് 6an മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് ആയി. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കിയേ, an മൈനസ് 1 an മൈനസ് 2. അപ്പോൾ n മൈനസ് 2 വരെ ടേം. അപ്പോൾ അത് ഏത് ഓർഡറാണ്? സെക്കൻഡ് ഓർഡർ. ഇനി ഈക്വൽ ടു 0 ആയതുകൊണ്ട് അതെന്താണ്? ഹോമോജീനസ് ആണോ നോൺ ഹോമോജീനസ് ആണോ? ഹോമോജീനസ്. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഹോമോജീനസ് കേസ് ആണെന്ന് മനസ്സിലായി. ഇനി സെക്കൻഡ് ഓർഡർ ഹോമോജീനസിൻ്റെ സൊല്യൂഷൻ്റെ ഫോം എന്താ? an ഈക്വൽ ടു CR റേസ് ടു n. ഇനി അതെന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ anന് പകരം നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടേ? CR റേസ് ടു n മൈനസ് 5 ഇൻറ്റു an മൈനസ് 1ന് പകരം എന്തായിരിക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? CR റേസ് ടു n മൈനസ് 1 മൈനസ് 6 ഇൻറ്റു ഇനി an മൈനസ് 2ന് പകരമോ CR റേസ് ടു n മൈനസ് 2 ഈക്വൽ ടു 0. ക്ലിയർ ആണല്ലോ. ഇനി എല്ലാത്തിൽ നിന്നും കോമൺ ആയിട്ട് ആരെ പുറത്തെടുക്കുക? സീനെ പുറത്തെടുക്കുക. പിന്നെയോ r റേസ് ടു n ഉണ്ട്, r റേസ് ടു n മൈനസ് 1 ഉണ്ട്, r റേസ് ടു n മൈനസ് 2 ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുതാരാ? r റേസ് ടു n മൈനസ് 2. അപ്പോൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവുക? r റേസ് ടു n നമുക്ക് എങ്ങനെ എഴുതാടാ? r റേസ് ടു n എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയേ. r റേസ് ടു n നമുക്ക് n മൈനസ് 2ൻ്റെ ടേമിൽ എഴുതണമെങ്കിൽ r റേസ് ടു n മൈനസ് 2 ഇൻറ്റു r സ്ക്വയറിന് എഴുതാം. അതായത് a റേസ് ടു m പ്ലസ് n എന്ന് പറഞ്ഞാൽ എന്താണ്? a റേസ് ടു m ഇൻറ്റു a റേസ് ടു n ആണ്. അപ്പോൾ മേലുള്ള ഈ പവേഴ്സ് ആഡ് ചെയ്താൽ n കിട്ടുന്നു ചെക്ക് ചെയ്തേ. n മൈനസ് 2 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് n അല്ലേ? അപ്പോൾ ആ രീതിയിലാണ് നമ്മളിവിടെ ചെയ്തേ. അപ്പോൾ ഇവിടെ നോക്കിയേ, CR റേസ് ടു n മൈനസ് 2 പുറത്തെടുത്തു. അപ്പോൾ r റേസ് ടു n-ൽ നിന്ന് r റേസ് ടു n മൈനസ് 2 പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെ റിമൈനിങ് r സ്ക്വയർ. അപ്പോൾ ബാക്കി എന്താ? ഫസ്റ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ r സ്ക്വയർ ഉണ്ടായിരിക്കും. മൈനസ് 5 ഇൻറ്റു ഇനി ഇവിടെ നോക്കി r മൈനസ് 1 r റേസ് ടു n മൈനസ് 1നെ നമുക്ക് r റേസ് ടു n മൈനസ് 2ൻ്റെ ടേമിലേക്കാക്കി മാറ്റണം. അതായത് നോക്കി ഇവിടെ r റേസ് ടു n മൈനസ് 1നെ നമുക്ക് എങ്ങനെ എഴുതാം? n മൈനസ് 2 യൂസ് ചെയ്ത് r റേസ് ടു n മൈനസ് 2 ഇൻറ്റു r റേസ് ടു 1 എഴുതിക്കൂടെ? ഈ n മൈനസ് 2ഉം 1ഉം കൂടി ആഡ് ചെയ്താൽ n മൈനസ് 1 കിട്ടുമോ? മൈനസ് 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 1 അല്ലേ? അപ്പോൾ ഇതിൻ്റെ അതൊന്നും r റേസ് ടു n മൈനസ് 2 പോയി. ബാക്കി അവിടെ എന്താ ഉണ്ടാവുക? ബാക്കി അവിടെ എന്താണ് ഉണ്ടാവുക? r അല്ലേ ഉണ്ടാവുക? മൈനസ് 6 ഈക്വൽ ടു 0. അപ്പോൾ ഇനി എന്താ? നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? r സ്ക്വയർ മൈനസ് 5r മൈനസ് 6 ഈക്വൽ ടു 0. ഇനി നമുക്കിതിൻ്റെ അകത്ത് ആറിൻ്റെ അതായത് റൂട്ട്സ് കണ്ടുപിടിക്കണം. അതായത് നമുക്കിവിടെ എന്താ ശരിക്കും? മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 6ഉം കിട്ടണം, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5ഉം കിട്ടണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 6 കിട്ടണമെങ്കിൽ ആറിൻ്റെ വാല്യൂ 1ഉം മൈനസ് 6ഉം ആഡ് ചെയ്താലോ 1ഉം മൈനസ് 6 കൂടി ആഡ് ചെയ്താൽ 5 ആണോ കിട്ടുക അതോ മൈനസ് 5 അല്ലേ കിട്ടുക? അപ്പോൾ അത് പറ്റൂല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തെടുക്കാം? മൈനസ് 1ഉം r1 ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? r1 ഈക്വൽ ടു മൈനസ് 1 ആൻഡ് r2 ഈക്വൽ ടു 6 എന്ന് എടുക്കാം അല്ലേ? അതായത് -1 + 6 എന്ന് പറഞ്ഞാൽ 5 അല്ലേ കിട്ടുന്നത്? മൾട്ടിപ്ലൈ ചെയ്താൽ -6ഉം കിട്ടും,
ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടും. അപ്പോൾ റൂട്ട്സ് കിട്ടി. അപ്പോൾ റൂട്ട് R1 മൈനസ് 1 R2 6 ഈ R1 R2 സെയിം ആണോ? അല്ലല്ലേ, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ R1 R2 ഈക്വൽ അല്ല. ആ കേസിൽ നമുക്കറിയാം എന്താ നമ്മളെ ജനറൽ സൊല്യൂഷൻ്റെ ഫോം എന്താ? രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ സൊല്യൂഷൻ്റെ ഫോം എന്തായിരുന്നു മക്കളെ? C1 R1n പ്ലസ് C2 R2n. ഇതായിരുന്നു നമ്മളെ സൊല്യൂഷൻ്റെ ഫോം. ഇനി ഇവിടെ എന്ത് കൊടുക്കുക? R1 R2 പകരം -1 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? C1 R1 പകരം -1n പ്ലസ് ഇനി C2 ഇൻറ്റു R2 പകരം എന്തായിരിക്കും? 6n. ഓക്കെ ആണല്ലോ. ഇതാണ് എന്ത്? an സൊല്യൂഷൻ എന്ന് വരിക. ഇനി ഇവിടെ നമുക്ക് C1 C2 കണ്ടുപിടിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഇത്രയും കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് C1 C2 കിട്ടിക്കഴിഞ്ഞാൽ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസറായി. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ A0 = 1 എന്നും A1 = 0 എന്നും. ഒരു സെക്കൻഡേ. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് രണ്ട് കണ്ടീഷൻ, A0 = 1 A1 = 3. അതെന്ത് ചെയ്യുക? ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ A0 = 1. A0 = 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ n സ്ഥാനത്ത് ആരാളേ? 0 അല്ലേ? അപ്പോൾ ഈ ഒരു ബോക്സിൽ എഴുതി ഇക്വേഷൻ്റെ അകത്ത് n പകരമൊക്കെ എന്ത് ചെയ്യുക? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? A0 = C1 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1 അല്ലേ? അപ്പോൾ അത് എഴുതണ്ട. പ്ലസ് ഇനി C2 ഇൻറ്റു 6 എന്ന് പറഞ്ഞാലോ? എഗെയിൻ C2 ആണല്ലേ. 6 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പോൾ A0 സ്ഥാനത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1 = C1 പ്ലസ് C2 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുക? അടുത്ത കണ്ടീഷൻ എന്താ? നമ്മളിവിടെ A1 = 3. ഇനി അടുത്ത കണ്ടീഷൻ എന്ത് ചെയ്യുക? A1 = 3 കൊടുക്കുക. അതായത് n പകരമൊക്കെ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ A1 = 3. n സ്ഥാനത്ത് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? A1 = C1 ഇൻറ്റു, ഒരു സെക്കൻഡ് മക്കളെ. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് കിട്ടിയത് A1 = അല്ലെ A0 = 1 കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് 1 = C1 പ്ലസ് C2 എന്ന് കിട്ടി. ബോർഡിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്, അതായിട്ടോ ഒന്ന് മാറ്റി എഴുതിയേ. അപ്പോൾ ഇനി ഇവിടെ നോക്കുക. ഈ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ A1 = 3. അതായത് ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് n സ്ഥാനത്തൊക്കെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 1. അപ്പോൾ എന്താ വരിക? A1 = C1 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -1 പ്ലസ് C2 ഇൻറ്റു 6. ഇതിനൊന്ന് വൃത്തിക്ക് എഴുതി കഴിഞ്ഞാൽ A1 വാല്യൂ 3 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 3 = -C1 പ്ലസ് 6 C2 എന്ന് കിട്ടിക്കഴിഞ്ഞ് ഇതിനെന്ത് കൊടുക്കുക? ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്കറിയാമല്ലോ. ഏതെങ്കിലും ഒരു വേരിയബിൾ ക്യാൻസൽ ചെയ്യുക, എന്നിട്ട് മറ്റേ വേരിയബിൾ കണ്ടുപിടിക്കാം. അപ്പോൾ അതിനെന്താ വരിക? ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാം അല്ലേ? ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും നമുക്ക് തമ്മിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? ലെഫ്റ്റ് സൈഡ് ആദ്യം ആഡ് ചെയ്തേ. 1 + 3 4. അപ്പോൾ 4 = C1 -C1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതാണ് വരുന്നത് C1 -C1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ വരിക? വാല്യൂ 0 ആണ് വരിക. പ്ലസ് ഇനി ഈ C2ഉം 6C2 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7C2. ഇതിൻ്റെ അത് നമുക്ക് 7C2 = 4 എന്ന് പറയാം. C2 = എന്ത് വരും? 4/7. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു. C2ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി C1ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? C1ൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? C1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് C2ൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? 4/7 അല്ലേ? ഇനി നമുക്ക് C1ൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മളിവിടുത്തെ 1 = C1 പ്ലസ് C2 എന്നാണ്. അപ്പോൾ ഇവിടെ C2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1 = C1 പ്ലസ് 4/7.
ഇനി C1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിലോ 1ൻ്റെ അടുത്തോട്ട് 4/7 പോകുമ്പോൾ 1 മൈനസ് 4/7 അതായത് 3/7 എന്ന് കിട്ടും. ഇതാണ് എന്ത് C1ൻ്റെ വാല്യൂ. C1ഉം C2ഉം കിട്ടിയത് കൊണ്ട് നമുക്ക് ലാസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എഴുതാം? AN ഈക്വൽ ടു C1ൻ്റെ സ്ഥാനത്ത് 3/7 ഇൻറ്റു -1/n പ്ലസ് C2ൻ്റെ സ്ഥാനത്ത് 4/7 ഇൻറ്റു 6/n. ഇതാണ് നമ്മളെ എന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ വരുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഒന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടി കാണുക, ക്ലിയർ ചെയ്യുക കേട്ടോ. ഒന്ന് തന്നെ ചെയ്ത് നോക്കുക.